ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കൂർഗ് തലക്കാവരി ഭാഗത്തേക്കുള്ള വൺ ഡേ ട്രിപ്പാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂർഗിൽ കണ്ടിരിക്കേണ്ട 5 സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടവും നല്ല കോടമഞ്ഞൊക്കെ നമ്മൾ വരുന്ന വഴിയിൽ കാണാൻ പറ്റും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യം തലക്കാവരി അമ്പലത്തിലേക്കാണ് പോയത്. നല്ല തണുപ്പായിരുന്നു, നല്ല പ്രകൃതി രമണീയമായ, എത്ര കണ്ടാലും എത്ര സമയം അവിടെ ചിലവഴിച്ചാലും നമ്മൾക്ക് മടുക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് തലക്കാവരി ക്ഷേത്രം. കൊച്ചു കുട്ടികൾക്ക് വരെ ഇവിടുന്ന് പടി കയറി പോയി അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. തലക്കാവരി എന്ന് പറയുമ്പം നമ്മുടെ കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. കാവേരി നദി ഉത്ഭവിച്ച ശേഷം 2 കിലോമീറ്ററോളം ഈ ഒരു നദി ഭൂമിയുടെ അടിയിലൂടെ അന്തർധാരയായിട്ട് ഒഴുകുകയാണ്. അതിനുശേഷം ബ്രഹ്മതീർത്ഥ എന്ന സ്ഥലത്ത് വെച്ച് പുറത്തേക്ക് ഒഴുകുകയും പിന്നീട് ത്രിവേണി സംഗമം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് തലക്കാവരി ക്ഷേത്രം. ഗണപതിക്കും അഗസ്ത്യർ മുനിക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ഇതാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം. ഈ ഒരു കുളത്തിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം മറ്റൊരു കുഞ്ഞു കുളത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഇത് നദിയെ ഒഴുകുന്ന വെള്ളമൊന്നുമല്ല, ഇത് തീർത്ഥക്കുളമായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരുപാട് പേര് പൈസയൊക്കെ എറിഞ്ഞ് അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ക്ഷേത്രത്തിന് പുറത്തുണ്ടായ ഒരു കാഴ്ചയാണ്. സഹ്യപർവ്വതത്തിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമാണ്. ഭയങ്കര തണുപ്പായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ്. നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ രാജാ സീറ്റാണ്. കൊടകിലെ രാജാവ് തൻ്റെ പത്നിയുമായിട്ട് രാവിലെയും വൈകുന്നേരവും സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. ഇവിടെ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാച്യൂസ് കാണാൻ പറ്റും. ഡയറക്റ്റ് നമ്മൾ പോകുന്നത് ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള നല്ലൊരു ഗാർഡൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഫസ്റ്റിൽ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കേണ്ട. ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ലാസ്റ്റ് എത്തുക. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു കൂർഗ്, ഈ കൊടക്, ഈ ഒരു പ്ലേസൊക്കെ ആണെങ്കിൽ വളരെ പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ്. നമ്മൾ കണ്ടുപോകുന്നു എന്നതിലുപരി അവിടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ ശ്രമിക്കണം. പിന്നെ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് പ്ലേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ഇതുപോലെ ഐ ലവ് കൂർഗ് എന്നുള്ളൊരു ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സ്റ്റാച്യൂസ് കാണിച്ചു കൊടുത്ത്, ദിനോസറിനൊക്കെ സ്റ്റാച്യു ഉണ്ട്, അവിടെ മാൻ്റെയൊക്കെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്, അതുകൊണ്ട് തന്നെ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് രാജാ സീറ്റ് കാണാം. ഇവിടെ ഒരു ഫലകത്തിൽ രാജാ സീറ്റിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്താണ് രാജാ സീറ്റ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് രാജാവും രാജ്ഞിയും ഒക്കെ വന്നിരുന്ന ഒരു പ്ലേസാണ്. ഈ ഒരു സീറ്റിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ കാണാനൊന്നുമില്ല, പക്ഷെ അതിൽ നിന്ന് മുമ്പോട്ടുള്ള വ്യൂ ആണ് അടിപൊളി. ഇവിടെ ഒരു കുഞ്ഞ് ആനക്കുട്ടിനെ കണ്ടോ, നല്ല രസമില്ലേ? വേറെയും കുറേ സ്പോട്ട്സൊക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൊമ്പനാണ് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവരും അവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ റെഡിയായി. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് വ്യൂ. ഒരു നല്ലൊരു ഏരിയ തന്നെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പക്ഷെ നമ്മൾ പോകുന്ന ഈ സമയം എന്ന് വെച്ചാൽ പൂക്കളൊന്നും പിടിക്കുന്ന സമയമായിരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ പോയത് അബി ഫാൾസിലാണ്. ഈ അബി ഫാൾസ് കൊടക് ജില്ലയിൽ മടിക്കേരി താലൂക്കിൽ വരുന്ന ഒരു പ്ലേസാണ്. അബി ഫാൾസ് ഒരു കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെ ഇങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം കാണുന്നത്. ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടും മതിയാവാത്തൊരവസ്ഥയായിരുന്നു. അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ തന്നെ ചെറിയ ചാറ്റലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ചിലർ കുടയൊക്കെ എടുത്തിട്ട് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അത്രയും ചാറ്റലിങ്ങോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ആ സ്റ്റെപ്പിൽ നിന്ന് കാണുന്നതിലുപരി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ കയറി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാണാൻ വേണ്ടിയിട്ടൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ കയറി നിന്നിട്ട് വീഡിയോ എടുത്തു. തൊട്ടടുത്ത് നിന്നിട്ട് കാണുന്ന പോലെ തന്നെയായിരുന്നു വെള്ളച്ചാട്ടം. അതിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ 2 വെള്ളച്ചാട്ടമായിട്ടാണ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും ഒരു വലിയ വെള്ളച്ചാട്ടവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ഒഴുകി ലാസ്റ്റ് ഒരു കുഞ്ഞു പുഴ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. കൂർഗിലേക്ക് ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്ലേസാണ് അബി ഫാൾസ്. അബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ വെള്ളച്ചാട്ടം തന്നെയാണ്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. ഇവിടെ പൊട്ടിപ്പോയ ഒരു തൂക്കുപാലമായിരുന്നു. ഇത് ഞാൻ കുറച്ചുകൂടി മുകളിലേക്ക് തിരിച്ച് കയറിയപ്പോൾ കണ്ടാണ്. വെള്ളച്ചാട്ടത്തിന് മുന്നേ ഒരു പുഴ പോലെ കുറേ വെള്ളം ഒഴുകി വന്ന് 2 പാർട്ടായിട്ട് വെള്ളച്ചാട്ടമായി താഴെ വന്ന് ഒരു പുഴ പോലെ ഇവിടെ നിന്ന് ഒഴുകി പോവുകയാണ്. ഡബി ഫോൾസിൻ്റെ മുന്നിലുള്ള ഫലകമാണ്. ഇതിലെന്താണ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വന്നത് നിസർഗധാമ എന്നുള്ളൊരു ദ്വീപിലേക്കാണ്. കാവേരി നദിയിൽ ചുറ്റപ്പെട്ടൊരു കുഞ്ഞു ദ്വീപാണിത്. ഇതിലേക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട്. ദ്വീപിലേക്ക് പോകണമെങ്കിൽ തന്നെ ഈ ഒരു തൂക്കുപാലം കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കൃത്യമായ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തൂക്കുപാലത്തിലേക്ക് കൂടെയുള്ള ഒരു നടത്തുന്നതിന് കുറച്ചൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിലൂടെ കാവേരി നദിക്ക് ഒഴുകുന്നുണ്ട്. നല്ലോണം വെള്ളം കുറഞ്ഞ സാഹചര്യങ്ങളിൽ ഇതിന് നടുവിൽ നടക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. പക്ഷേ ഇപ്പം കുറച്ചധികം വെള്ളമായതുകൊണ്ട് നമുക്കങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു കുത്തൊഴുക്ക് തന്നെ ഈ ഒരു കാവേരി നദിക്ക് ഇപ്പം ഉണ്ട്. പിന്നെ ഈ ഒരു ദ്വീപിനുള്ള പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് മുളങ്കൂട്ടങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ കാലൊന്ന് നിലത്ത് വെച്ചാൽ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. നല്ല രസമാണ് ചെരുപ്പൊന്നും ഇടാതെ ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദ്വീപിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടത് കുറക് ആൾക്കാരുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റാച്യൂസാണ്. ഈ ഒരു 64 ഏക്കർ സ്ഥലത്ത് കുറേ സ്റ്റാച്യൂസ് കാണാൻ വേണ്ടി പറ്റി. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്, നമ്മുടെ കേരളത്തിലുള്ള പോലെയല്ല. പിന്നെ അവരുടെ കുറേ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ സ്റ്റാച്യൂവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായ ഒരുപാട് അടയാളങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മരങ്ങളിൽ തന്നെ എന്തൊക്കെയോ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് മറ്റൊരു ആർട്ടാണ്. കോലാട്ട എന്ന് പറഞ്ഞ ഒരു കളി. അവിടെ ട്രൈബ്സിനിടയ്ക്ക് ഉണ്ടായ ഒരു എന്താ പറയുക, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കൾച്ചർ എന്നൊക്കെ പറയാം. ഇതിനുള്ളിൽ തന്നെ ബേർഡ്സിൻ്റെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിലൊന്നും കയറാൻ പോയില്ല. പിന്നെ ഇവിടെ ഡിയറിൻ്റെ പാർക്കുണ്ട്. അവിടെ അത്യാവശ്യം ഒരുപാട് മാനുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഏറുമാടങ്ങളുണ്ടായിരുന്നു. നമുക്കതിന് മുകളിൽ കയറി ഫോട്ടോ എടുക്കാം, ഇരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായത് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ വെള്ളം കുറവൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു കാവേരി നദിയുടെ കുറുകെ നടക്കാനൊക്കെ പറ്റും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നദിയുടെ കുറുകെ ഇരുന്ന് കുറേ ആൾക്കാർ ഡാൻസൊക്കെ കളിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രകൃതിയോടെ ഇണങ്ങി ഒരുപാട് കാഴ്ചകൾ കണ്ട് നടന്ന് ലാസ്റ്റ് പോകാനാകുമ്പോഴേക്കാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇതൊരു കൊറഗുവിൻ്റെ ആൾക്കാരുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പ്രതിമ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഗ്രീൻ കളർ സാരി ഉടുത്ത ആ ഒരു സ്ത്രീയില്ലേ, ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനുഷ്യ സ്ത്രീയാണെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര അവരെ കണ്ണുകളിലൊക്കെ വെച്ചാൽ ഭയങ്കര തിളക്കാണ്. അത്ര അടിപൊളിയാണ് ആ ഒരു പ്രതിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 10-20 വർഷം മുമ്പേ നമ്മുടെ ഈ നാടും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പോയത് കർണാടക ബൈലക്കോപ്പ എന്നുള്ള സ്ഥലത്തുള്ള ബുദ്ധമത ക്ഷേത്രത്തിലേക്കാണ്, ഗോൾഡൻ ടെമ്പിളിലേക്ക്. ഇതാണ് ഇതിൻ്റെ കവാടം. ഈ കവാടത്തിലൂടെ കടന്നാൽ ഇങ്ങനൊരു വലിയൊരു ഗ്രൗണ്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് മറ്റൊരു കവാടമുണ്ട്. അതിലൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനൊരു അതിമനോഹരമായൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും. മടിക്കേറിന് ഏകദേശം 34 കിലോമീറ്ററാണ് ഈ ഒരു ബുദ്ധമത ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ തന്നെ കാണുന്നത് ടിബറ്റിയൻ ആത്മീയ നേതാവായ ദലൈലാമയുടെ ചിത്രമാണ്. പക്ഷേ ഈ കാണുന്നതാണ് ശരിക്കുള്ള ഗോൾഡൻ ടെമ്പിള്. ഇവിടെ ശ്രീബുദ്ധൻ, പത്മസംഭവൻ, അതുപോലെ അമിത്യ പ്രതിഷ്ഠയായിട്ട് ഇവിടെ ഉള്ളത്. കാണാൻ വളരെ മനോഹരമായിട്ടൊരു ടെമ്പിളാണ്. നമ്മൾ പുറത്തൊക്കെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെയും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നും. നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും പോകാൻ വേണ്ടി തോന്നില്ല. നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ. 2-3 ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. പക്ഷേ പ്രധാനമായിട്ട് വരുന്ന ടെമ്പിളാണ് ഈ ഒരു 3 പ്രതിഷ്ഠകൾ വരുന്ന ഈ ഒരു ഗോൾഡൻ ടെമ്പിള്. 40 അടി ഉയരത്തിൽ സ്വർണ്ണത്താൽ തീർത്ത പ്രതിമകളായതുകൊണ്ടാണ് ഈ ഒരു ടെമ്പിളിന് ഗോൾഡൻ ടെമ്പിളിന് പേര് വന്നത്. 1952 ടിബറ്റിൽ നിന്ന് ചൈനീസ് പട്ടാളത്തിൻ്റെ ആക്രമണം മൂലം ബുദ്ധസന്യാസിയായ പെനോ റിംപോച്ചയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലേക്ക് ഇവർ വരുന്നത്. പിന്നീട് കർണാടക സർക്കാർ ബൈലക്കോപ്പ എന്ന സ്ഥലത്ത് ഇവർക്ക് സ്ഥലം കൊടുക്കുകയും ഇവിടെ ഇവർ ക്ഷേത്രം പണിയുകയും താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതിന് ചുറ്റുപാട് തന്നെ ഒരുപാട് ബുദ്ധമതസ്ഥരൊക്കെ താമസിക്കുന്നുണ്ട്. ബുദ്ധമതക്കാരുടെ കൾച്ചറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ശരിക്കും ഈ ഗോൾഡൻ ടെമ്പിൾ ഭയങ്കര വിസ്മയുള്ള സംഭവം തന്നെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട്. നമ്മൾ ആദ്യം കണ്ട 3 ഗോൾഡൻ പ്രതിമ കൂടാതെ ഒരുപാട് ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇവിടെ ഇരിക്കും ഭയങ്കര ഒരു പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യും. നല്ല തണുപ്പാണ് ഇവിടെ. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനൊരു സ്ഥലം കൂടിയാണ്, നമ്മൾക്ക് മടുക്കുകയും ചെയ്യില്ല. ഈ പോയ 5 സ്പോട്ടും ഭയങ്കര കാമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ചില ദിവസങ്ങൾ ഇവിടെ പ്രത്യേകം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഈവനിങ് ആണ് എത്തിയത്. ആ സമയത്ത് അവർ വിളക്കൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ പൂജകൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ പൂജകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ കുറേ സമയം കൂടി ഇരുന്നിട്ട് നന്നായി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചത്. ഈ 5 സ്പോട്ടും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തെങ്കിലും ഓരോ സ്ഥലത്തും ഓരോ ദിവസം നിന്നാലും മടുക്കില്ല. അത്ര അടിപൊളി സ്പോട്ടാണ്. എനിക്കൊന്ന് ഇവിടുത്തെ കാലാവസ്ഥയാണ് മെയിൻ കാര്യം. വലിയ ടയേർഡൊന്നും ഫീൽ ചെയ്യില്ല, നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം കൂർഗിലേക്കൊക്കെ യാത്ര പ്ലാൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു മാസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ഒരു നവംബർ തൊട്ട് തന്നെ നമുക്ക് കൂർഗിലേക്ക് വരാൻ തുടങ്ങാം. ഡിസംബർ, ജനുവരി മാക്സിമം ആ ഒരു സമയത്തായിരിക്കും ഈ കൂർഗിലേക്കുള്ള യാത്ര ഏറ്റവും നല്ലത്. നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നൊരു യാത്രയാണ് കേട്ടോ ഇത്.